ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ SSLC പരീക്ഷ തുടങ്ങി അന്ന് മുതൽ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യത്തിൻ്റെ മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. SSLC ഉത്തര പേപ്പർ നോക്കുന്നത് എങ്ങനെയാണ്, അഥവാ SSLC വാല്യുവേഷൻ എങ്ങനെയാണ്, അത് ലിബറൽ ആയിരിക്കുമോ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിരിക്കുമോ, ഈ സംശയം ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളൊരു SSLC വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇനി അങ്ങോട്ട് പരീക്ഷാ ദിവസങ്ങളിൽ ഒരുപാട് യൂസ്ഫുള്ളായ വീഡിയോകൾ നിങ്ങൾക്ക് ഉണ്ടാവും. വാല്യുവേഷനെ കുറിച്ചിട്ട്, SSLC റിസൾട്ടിനെ കുറിച്ചുള്ള വീഡിയോകൾ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ +1 അഡ്മിഷനെ കുറിച്ചുള്ള വീഡിയോകൾ ഉണ്ടാവും. പിന്നെ ഇത് കോഴ്സ് തിരഞ്ഞെടുക്കണം, എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വീഡിയോകളും SSLC വിദ്യാർത്ഥികൾക്കായിട്ട് ഞങ്ങൾ നൽകും. തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ ചാനൽ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, സോ കുട്ടികളെ, നിങ്ങളുടെ ചോദ്യം SSLC പേപ്പർ വാല്യുവേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഞാൻ ആദ്യം എന്താണ് ഈ പരിപാടി എന്ന് പറഞ്ഞുതരാം. നിങ്ങളുടെ SSLC പരീക്ഷ ഓരോ ദിവസവും പൂർത്തിയായി കഴിയുമ്പോഴും നിങ്ങളുടെ ഉത്തര പേപ്പറുകൾ കൃത്യമായിട്ട് വിദ്യാഭ്യാസ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസുകളിലേക്ക് അയക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാ പരീക്ഷയും കഴിഞ്ഞ ശേഷമാണ് ഈ പേപ്പർ വാല്യുവേഷൻ തുടങ്ങുക. ഇത്തവണ പേപ്പർ വാല്യുവേഷൻ തുടങ്ങുന്നത് ഏപ്രിൽ 3-ാം തീയതിയാണ്. ഓരോ ജില്ലയിലും 1-2 സ്ഥലങ്ങളിലാണ് പേപ്പർ വാല്യുവേഷൻ നടക്കുക. സാധാരണഗതിയിൽ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ പരീക്ഷ എഴുതിയൊരു കുട്ടിയുടെ പേപ്പർ മറ്റൊരു ജില്ലയിലായിരിക്കും നോക്കുക. അങ്ങനെ നിങ്ങളുടെ സ്വന്തം ജില്ലയിലായിരിക്കില്ല നിങ്ങളുടെ ഉത്തര പേപ്പറുകൾ നോക്കുക, മറ്റ് ജില്ലകളിലേക്കാണ് പോവുക. സോ നിങ്ങളുടെ ഉത്തര പേപ്പർ നോക്കുന്നത് മറ്റേതെങ്കിലും ഒരു ജില്ലയിലെ അധ്യാപകർ ആയിരിക്കും. ഇനി പേപ്പർ വാല്യുവേഷൻ സമയത്ത് 80 മാർക്കിൻ്റെ പേപ്പറുകളുണ്ട്, 40 മാർക്കിൻ്റെ പേപ്പറുകളുണ്ട് അല്ലേ. 40 മാർക്കിൻ്റെ പേപ്പറാണെങ്കിൽ ഒരു ദിവസം 36 ഉത്തര പേപ്പറുകളാണ് ഒരു ടീച്ചർ നോക്കുക. 80 മാർക്കിനാണെങ്കിൽ 24 ഉത്തര പേപ്പറുകളുമാണ് ഒരു ദിവസം ഒരു ടീച്ചർ നോക്കുക. ഈ പേപ്പർ വാല്യുവേഷൻ സമയത്ത് കൃത്യമായ ഒരു ആൻസർ കീ ഈ ഓരോ പേപ്പർ നോക്കുന്ന അധ്യാപകരും നൽകും. ഈ ആൻസർ കീ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവർ ഉത്തര പേപ്പറുകൾ നോക്കുക. ഈ ആൻസർ കീ അടിസ്ഥാനപ്പെടുത്തി നോക്കും എന്ന് പറയുമ്പോൾ കൃത്യം ആൻസർ കീ ഉള്ള കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ഉത്തര പേപ്പർ ഉണ്ടെങ്കിലേ മാർക്ക് കൊടുക്കൂ എന്നൊന്നുമില്ല. ഒരു ബേസിക് ആയിട്ടുള്ള ആൻസർ കീ അവർ കൊടുക്കും. അത് വെച്ച് പിന്നെ ആ സബ്ജക്റ്റിന് എക്സ്പേർട്സ് ആയ ആളുകളായിരിക്കുമല്ലോ ടീച്ചേഴ്സ്, എക്സ്പീരിയൻസ് ആയിട്ട് ആളുകളായിരിക്കുമല്ലോ പേപ്പർ നോക്കുന്നത്. അവർക്കറിയാം ഈ ഒരു ഉത്തരം ഏതൊക്കെ രീതിയിൽ കുട്ടികൾ എഴുതാൻ സാധ്യതയുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയാണ് ഒരു പേപ്പർ നോക്കുക. ഇനി നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം SSLC പേപ്പർ വാല്യുവേഷൻ ലിബറൽ ആയിരിക്കും, അതായത് പിന്നെ ഭയങ്കര സ്ട്രിക്റ്റായി നോക്കാതെ അത്യാവശ്യം മാർക്ക് കൊടുക്കുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, SSLC പേപ്പർ വാല്യുവേഷൻ സമയത്ത് ഒരിക്കലും പേപ്പർ നോക്കുന്ന അധ്യാപകരോട് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് നിങ്ങൾ വളരെ ലിബറലായിട്ട് പേപ്പർ നോക്കിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് പേപ്പർ നോക്കിക്കോ, അങ്ങനെയൊന്നും പറയാറില്ല. അവർക്ക് പേപ്പർ കൊടുക്കുന്നു, ആൻസർ കീ കൊടുക്കുന്നു, അവരോട് കൃത്യമായ വാല്യുവേഷൻ നടത്താൻ പറയുന്നു. ഇവിടെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ഒരു പേപ്പർ സ്ട്രിക്റ്റായി നോക്കണോ ലിബറലായി നോക്കണോ എന്നുള്ളത് ആ പേപ്പർ നോക്കുന്ന ടീച്ചർ തന്നെയാണ് പലപ്പോഴും തീരുമാനിക്കാറുള്ളത്. ഇനി സ്ട്രിക്റ്റ് ആക്കുക എന്ന് പറഞ്ഞാലും നിങ്ങളുടെ സ്കൂളിലൊക്കെ ഓണപരീക്ഷയ്ക്കോ ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ പേപ്പർ നോക്കുന്ന പോലെ ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഉത്തരം എടുത്ത് വെച്ച് ഓരോ ചെറിയ മിസ്റ്റേക്കുകളും നോക്കി ഓരോന്നിനും മാർക്ക് കുറച്ച് ആ രീതിയിലുള്ളൊരു പേപ്പർ വാല്യൂ സിസ്റ്റം ഒന്നുമല്ല പൊതുവേ SSLCക്ക് ഉണ്ടാവാറുള്ളത്. ഓക്കെ, SSLC പരീക്ഷയ്ക്ക് എപ്പോഴും വിദ്യാർത്ഥികളെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളുടെ ഒപ്പം നിന്നുകൊണ്ടുള്ള ഒരു പേപ്പർ വാല്യുവേഷനാണ്. അതായത് ഒരു വിദ്യാർത്ഥി ഒരു പബ്ലിക് എക്സാം എഴുതുമ്പോൾ ആ കുട്ടിയുടെ ആ കുട്ടിയുടെ ആശങ്ക എന്താണെന്നും ആ കുട്ടിയുടെ വെപ്രാളവും ആ കുട്ടി എല്ലാം മനസ്സിലാക്കിയിട്ടാണ് പേപ്പർ നോക്കുക. നിങ്ങൾക്ക് എന്താ അറിയില്ല എന്നുള്ളത് കണ്ടുപിടിക്കാനല്ല സത്യത്തിൽ നോക്കുക, നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം ആ ഉത്തരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് പേപ്പർ വാല്യുവേഷൻ നോക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റി ഒരുപാട് മാർക്ക് കുറയ്ക്കൊന്നും പേപ്പർ വാല്യുവേഷനിൽ SSLCയിൽ ഉണ്ടാവാറില്ല. മാക്സിമം നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് കുട്ടികളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പേപ്പർ വാല്യുവേഷൻ സിസ്റ്റമാണ് നടക്കുക. അതിനർത്ഥം നിങ്ങൾക്ക് മാർക്ക് വെറുതെ വാരിക്കോരി തരുന്നു എന്നല്ല. നിങ്ങൾക്ക് തെറ്റെഴുതി വെച്ചാൽ ഫുള്ളായി തെറ്റെഴുതി വെച്ചാൽ അതിന് ശരിയിട്ടിട്ട് മാർക്ക് തരുന്നൊന്നുമല്ല. പക്ഷേ നിങ്ങൾ എഴുതിയ ഉത്തരത്തിൽ മാർക്ക് തരാനുള്ള സ്കോപ്പ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ തീർച്ചയായിട്ടും അവർ മാർക്ക് തരും. ഓക്കെ, പിന്നെ ഈ വർഷം പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് ഡ്യൂട്ടിയോ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. SSLC പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ഡ്യൂട്ടിയൊക്കെ, അതായത് ആരൊക്കെയാണ് പേപ്പർ നോക്കാൻ പോകുന്നത് എന്നുള്ളത് ഡ്യൂട്ടിയൊക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. സോ നിങ്ങൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ട് യാതൊരു കാരണവശാലും ഇപ്പോൾ ഓർക്കേണ്ടതില്ല. തൽക്കാലം വളരെ കൂളായിട്ടിരിക്കുക. ഇപ്പം ഇംഗ്ലീഷിലൊക്കെ നിങ്ങളുടെ സ്കൂളിലൊരു പേപ്പർ നോക്കുമ്പോൾ, അല്ലെങ്കിൽ സോഷ്യൽ സയൻസിലാണെങ്കിൽ 6 മാർക്കിൻ്റെ ഒരു ഉത്തരം എഴുതി വെച്ച് കഴിഞ്ഞാൽ, ഡിസ്കോഴ്സ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഡിസ്കോഴ്സ് എഴുതി വെച്ചാൽ 6 മാർക്കിൻ്റെയോ 5 മാർക്കിൻ്റെ എഴുതിയാൽ എങ്ങനെയൊക്കെ ഞങ്ങൾ നന്നാക്കി എഴുതാൽ 4 മാർക്കോ 4.5 മാർക്കോ തരുന്നൊക്കെ കുട്ടികൾ പറയാറുണ്ട്. അങ്ങനെയൊന്നും ആ രീതിയിലൊന്നും SSLC പേജിൽ നോക്കില്ല. നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് തരാവുന്ന ഏരിയകളിലൊക്കെ അവർക്ക് മാർക്ക് തന്നുകൊണ്ടേ അവർ
പേപ്പർ നോക്കൂ. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട. പക്ഷേ തെറ്റുത്തരം എഴുതി വെച്ചാൽ മാർക്ക് തരുന്ന പരിപാടിയൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എഴുതി ആൻസറിൽ ഉത്തരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത് പരിഗണിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാതെ അതുപോലും ടീച്ചേഴ്സിൻ്റെ ഒരു മെൻറ്റാലിറ്റി അനുസരിച്ചാണ്. ചില ടീച്ചേഴ്സ് നല്ല രീതിയിൽ നോക്കും, ചില ടീച്ചേഴ്സ് ചിലപ്പോൾ കുറച്ച് സ്ട്രിക്റ്റായിട്ട് നോക്കിയേക്കാം. ഓക്കെ, നമുക്കത് പറയാൻ കഴിയില്ല. സോ നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. നിങ്ങൾ എഴുതിയതിന് മാക്സിമം കിട്ടാവുന്ന മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, സോ ഇതാണ് പറയാനുള്ളത്. കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യാം. താങ്ക് യു.